ഇസ്രായേൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കണം ഒരുപക്ഷെ മേഖലയിലെ സംഘർഷ സാധ്യത ഇനിയും വളരുമോ, ഒരു യുദ്ധത്തിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുക. പക്ഷേ അതിനു മുന്നോടിയായി ഇസ്രായേൽ ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒക്ടോബർ 7 വാർഷികം വരാനിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന യുദ്ധം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടിയെടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. മാത്രമല്ല സിറിയയും യമനും ലബനനും ഒക്കെ യുദ്ധത്തിന്റെ ഭാഗമാവുകയും വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ, സൈനിക ശേഷിയൊക്കെ കാര്യമായി ബാധിച്ചു ഈ ഒരു വർഷത്തിനിടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഒരു തിരിച്ചടി എന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തുക എന്നുകൂടെ നമ്മൾ പ്രതീക്ഷിക്കണം ഈ അവസരത്തിൽ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒക്ടോബർ 7 മുമ്പ് ഒരു ടോട്ടൽ വിക്ടറി അതിലേക്ക് കടക്കുന്നതിലേക്കുള്ള ഒരു ആദ്യപടി എന്ന രൂപത്തിൽ ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലും ഇറാനും ഇറാൻ്റെ പ്രോക്സി സംഘടനകളുമാണ് എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഘടനകളെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം അല്ല. രണ്ടാമത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നം. യുദ്ധത്തിനെതിരെ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ട്. പലരും തെരുവിലാണ്. അതേപോലെ തന്നെ ബന്ധുക്കൾ തിരിച്ചെത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് യുദ്ധം വ്യാപിക്കരുത്, ഇനിയും ഇങ്ങോട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇസ്രായേലിനുള്ളിലുണ്ട്. ഇതിലേത് പക്ഷത്തിൻ്റെ കൂടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നിൽക്കുക എന്നുള്ളതാണ് ചോദ്യം. തീവ്ര സയനിസ്റ്റ് ശക്തികൾ, ബെസലേൽ സ്മോട്രിച്ചിനെ പോലെയുള്ള, ഇറ്റാമർ ബെൻഗവറിനെ പോലെയുള്ള തീവ്ര ജൂത സയനിസ്റ്റ് ശക്തികൾ നെതന്യാഹുവിൻ്റെ തന്നെ സഖ്യകക്ഷികളായി മന്ത്രിസഭയിലുണ്ട്. അവർ ഇന്നലെ തന്നെ അവർ പറഞ്ഞത് ഇപ്പോൾ തന്നെ ഇറാനിലേക്ക് തിരിച്ചടിക്കണം എന്ന് പറയുന്നു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇറാനുമേൽ ആണവായുധം പ്രയോഗിക്കണം എന്ന് പറയുന്നത്. ഇസ്രായേലിന് ആണവായുധമുണ്ടോ എന്ന് അവർ സ്വന്തമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ പറയപ്പെടുന്നത് ഇസ്രായേലിന് അതിശക്തമായ ആണവായുധമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ ആണവായുധങ്ങൾ പ്രയോഗിക്കുക, അല്ല എങ്കിൽ ഇറാനിൽ ഉള്ള ആണവായുധങ്ങൾക്ക് മേൽ ബോംബിട്ടുകൊണ്ട് അത് അവിടെ ഒരു ആണവ സംഘർഷമുണ്ടാക്കുക, ആളുകളെ കൊലപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇസ്രായേലിലെ തീവ്ര ജൂതപക്ഷം നിരന്തരമായി മാധ്യമങ്ങളിലടക്കം വന്നിരുന്നുകൊണ്ട് പറയുന്നത്. അത്തരമൊരു ആക്രമണത്തിലേക്ക് നീങ്ങണം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അവിടെ ഉള്ള ആളുകൾ, തീവ്ര സയനിസ്റ്റ് ശക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ കൂടി തകർത്ത് ഇല്ലാതെയാക്കി അവിടെ ഒരു 10,000-കണക്കിന് ആളുകളെ കൊലപ്പെടുത്തി ഈ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ ഒക്ടോബർ 7 ആക്രമണം ഉണ്ടാക്കിയത് ഇറാനാണ്, ആ ഇറാനെ ഞങ്ങൾ മുച്ചൂട് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാഹചര്യമുണ്ടാക്കുക, അത്തരമൊരു നിലമൊരുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവിടേക്കാണോ കടക്കുക? അതല്ല, ഇപ്പോൾ ഇറാൻ നൽകിയത് ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു തിരിച്ചടി മാത്രമാണ്, അതിന് തിരിച്ചടിക്കേണ്ടതില്ല എന്നതിലേക്ക് പോവുക. ഒപ്പം മൊസാദിനെ ഉപയോഗപ്പെടുത്തി അവിടെയുള്ള നേതാക്കളെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെയും IRGCയുടെയും ഖുദ്സ് ഫോഴ്സിൻ്റെയും എല്ലാം നേതാക്കളെ കൊലപ്പെടുത്തുക എന്നതടക്കമുള്ള ഇതുവരെ തുടർന്നിരുന്ന ഒരു കാര്യം, അതിലേക്ക് പോവുക. എന്താണ് വേണ്ടത് എന്നുള്ളതിൽ നെതന്യാഹു എന്താണ് തീരുമാനമെടുക്കുക? ഇത് നെതന്യാഹുവിൻ്റെ മാത്രം തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അമേരിക്കയും അതേപോലെ തന്നെ നെതന്യാഹുവും തമ്മിൽ ഒക്ടോബർ 7 ശേഷമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ 10-15 തവണ എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ വന്നത്, ഇസ്രായേൽ വരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഖത്തറിലും ഈജിപ്തിലും എല്ലാം പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കൃത്യമായ പ്ലാൻ എന്ന് പറയുന്നത് ഇസ്രായേലിന് ഈ യുദ്ധത്തിലുള്ള പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. പെൻറ്റഗണിൽ നിന്നടക്കമുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ടാണ് പലപ്പോഴും US സ്റ്റേറ്റ് സെക്രട്ടറി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്ലാൻ ഈ വിഷയത്തിൽ ഇറാൻ ആക്രമിക്കുന്ന കാര്യത്തിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയും. സ്വാഭാവികമായും അത് ഒക്ടോബർ 7 മുമ്പ് തന്നെ നമുക്കറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു വലിയ യുദ്ധ വിജയപ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണോ നെതന്യാഹു ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും ഇസ്രായേലിന്റെ അടുത്ത നീക്കങ്ങളിൽ തന്നെയാണ് ലോകരാഷ്ട്രം ഉറ്റുനോക്കുന്നത്. അതെന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും